നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ പുതിയ മോഡലായ Y31 എന്ന മോഡലിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ അതിൻ്റെ ഷോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോൺ പെട്ടെന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാൻ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഡീലറായ ഏഷ്യൻ ചോയ്സിൻ്റെ കുന്നോളം ഷോറൂമായ ഏഷ്യൻ ചോയ്സ് സ്മാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. വിവോ കുറച്ച് നാൾ മുൻപാണ് വിവോയുടെ Y51 അതുപോലെ Y51A എന്ന രണ്ട് മോഡലുകൾ പുറത്തിറക്കിയത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു മോഡലാണ് Y31 എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ Y30 എന്നൊരു മോഡലിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്കാണ് Y31 എന്ന മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. എന്നാൽ Y30 എന്ന മോഡലുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുള്ളൊരു മോഡലാണ് Y31 എന്ന് പറയുന്നത്. ഒരുപാട് അപ്ഡേഷനുള്ള മോഡലാണ്. അതെല്ലാ തരത്തിലും വളരെ വ്യത്യാസമുള്ളൊരു മോഡലാണ് Y31 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ഫോണിൻ്റെ ബോക്സ് നമ്മൾ Y51 കണ്ട രീതിയിലുള്ളൊരു ബോക്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 6GB RAM 128GB സ്റ്റോറേജിനോട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിവോയുടെ ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊന്നും വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ മൊബൈലാണ് കൊടുത്തിട്ടുണ്ട്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലാണ് ഫിംഗർ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ IMEI നമ്പർ, ഫോണിൻ്റെ കളർ ഡീറ്റെയിൽസ്, അതുപോലെ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മൊബൈലാണ് വിവോയുടെ എല്ലാ ഫോണുകളും. അതുപോലെ തന്നെ ഫോണിനകത്ത് ചാർജറുണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, ഡാറ്റ കേബിൾ, അതുപോലെ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫോണിനി അൺബോക്സ് ചെയ്ത് നോക്കാം. വിവോയുടെ Y31 എന്നീ മോഡൽ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു ബോക്സ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്താണ് ഇതിന് വേണ്ട ബാക്ക് പൗച്ചും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. എല്ലാ വിവോയുടെ ഫോണുകൾക്കകത്തും ഇത്തരത്തിലുള്ളൊരു ബാക്ക് പൗച്ച് ഇതിനകത്ത് ഉണ്ടാവും. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് പൗച്ച്, പിന്നെ സിം എജക്റ്റിംഗ് ടൂളും അതുപോലെ വാറണ്ടി കാർഡ് ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോയുടെ Y31 എന്ന മോഡൽ. നമുക്ക് ഫോൺ മാറ്റി വയ്ക്കാം. നമുക്കിനി ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ആക്സസറീസാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. 18 വാട്ടിൻ്റെ വിവോയുടെ ഫാസ്റ്റ് ചാർജറാണ് ഇതിനകത്ത് കിട്ടുന്നത്. നമുക്കിതിനകത്ത് വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫാസ്റ്റ് ചാർജ് കൊടുത്തുള്ളത്. കമ്പനി പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് 70% ചാർജ് കയറുന്ന ഒരു ചാർജറാണിത്. പിന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി Type-Cയുടെ ഒരു ഡാറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിനകത്ത് ഒരു റിവേഴ്സ് ചാർജിങ് ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്കൊരു OTG കേബിൾ വഴി നമുക്ക് മറ്റൊരു ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ ഫോണിനകത്തൊരു ഹെഡ്സെറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ വരുന്ന പല ഫോണുകൾക്കകത്തും ഹെഡ്സെറ്റ് പോയിട്ട് ഒരു ചാർജർ പോലും ഇല്ലാത്ത ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ വിവോ Y31 എന്ന മോഡലിലൂടെ കമ്പനി ഒരു ഹെഡ്സെറ്റ് കൂടി തരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് വിവോയുടെ Y31 എന്ന മോഡൽ. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മൊബൈലാണ്, നല്ല വലിയൊരു ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.58 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ X50 സീരീസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ വളരെ ഒരു പ്രീമിയം ലുക്ക് തോന്നുന്ന രീതിയിൽ നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2 കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ മുകളിലത്തെ ക്യാമറ കുറച്ച് വലിയ ക്യാമറ ആയിട്ടും താഴെ 2 ക്യാമറ, അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡുള്ളൊരു മോഡൽ കൂടി മാർക്കറ്റിൽ കിട്ടും. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോയുടെ Y31 എന്ന മോഡൽ. വളരെ ഗ്ലേസിംഗ് ഉള്ളൊരു മോഡലാണ്. അത്യാവശ്യം ടച്ച് ചെയ്താലൊന്നും നമ്മൾ ഫിംഗർ പ്രിൻ്റൊന്നും പിടിക്കാത്ത രീതിയിലുള്ളൊരു ബാക്ക് പാനലാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഒറ്റ നോട്ടത്തിൽ വളരെ ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൻ്റെ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അതിൽ തന്നെയാണ് ഓൺ ഓഫ് സ്വിച്ചും വരുന്നത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളാണ് വരുന്നത്. ഇനി ഫോണിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് Type-Cയുടെ ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലുകളും കാണാം. പിന്നെ 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന പല മൊബൈലുകളിലും 3.5 mm ഓഡിയോ ജാക്ക് ഒഴിവാക്കിയിട്ടാണ് വരാറ്. എന്നാൽ ഈ ഫോണത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഫോൺ ഡയറക്റ്റായിട്ട് ഓണാക്കി നോക്കാം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു പ്രൊഫഷണൽ മൊബൈൽ ഫോൺ സർവീസ് ടെക്നീഷ്യനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈൽ വാങ്ങിക്കാനുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ സർവീസ് ചെയ്യുന്ന ഫോണുകളുടെ വീഡിയോകളും മറ്റൊരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കാണാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് മൊബൈൽ ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മൊബൈൽ ഫോൺ വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് വിവോ Y31 ഓണാക്കി കഴിയുമ്പോൾ കാണുന്ന ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലുള്ള വളരെ ബ്രൈറ്റായിട്ടും നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തുള്ളത്. 6.58 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ്. ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y30 എന്ന മോഡൽ ഒരു HD+ ഡിസ്പ്ലേ ആയിരുന്നു. എന്നാൽ ഇതിനകത്തൊരു ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നല്ല യൂസിങ് ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തുള്ളത്. അതുപോലെ ടച്ച് റെസ്പോൺസ് ആയാലും വളരെ സ്മൂത്താണ്. നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും വളരെ വെസൽലെസ് ആയിട്ട് അരികുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഫോൺ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഫുൾ സ്ക്രീനായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 6.58 ഇഞ്ചിൻ്റെ ഒരു ഹാലോ ഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ വൈസൊക്കെ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് ഫുൾ HD+ ആയതുകൊണ്ട് തന്നെ വളരെയേറെ കളർഫുള്ളായിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും നമുക്കറിയാം. നമുക്ക് ഈ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിരോധിക്കപ്പെട്ട ചൈനീസ് ആപ്പുകളൊന്നും ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഐക്കണുകളൊക്കെ വളരെ വലിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിസിബിലിറ്റി ആയാലും അതുപോലെ ഉപയോഗിക്കുമ്പോഴായാലും വളരെയേറെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ Y51 കണ്ട ഒരു രീതിയിലുള്ള സെറ്റിങ്സ് ഐക്കണുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ഫോണിൻ്റെ മോഡൽ നമ്പർ അത് Y31 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 GB റാമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 128 GB ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സറാണ് എടുത്തു പറയേണ്ടത്. ഇത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നല്ല രീതിയിലുള്ള പവർഫുള്ളായുള്ള പ്രോസസ്സറാണ്. നമുക്ക് അത്യാവശ്യം ഗെയിം കളിക്കാനായാലും അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനായാലും ഒക്കെ നല്ല രീതിയിൽ ഹാങ് ആവാത്ത അല്ലെങ്കിൽ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സറാണ് ഈ ഒരു 662 എന്ന് പറഞ്ഞ പ്രോസസ്സർ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വേർഷനായിട്ടുള്ള ആൻഡ്രോയിഡ് 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ് Y31 എന്ന് പറയാം. ഈ ആൻഡ്രോയിഡ് 11 തന്നെ വിവോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OSൻ്റെയും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ, ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഫൺ ടച്ച് OS 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോട്ടലി നമുക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ വർഷത്തെ മൊബൈലാണ് Y31 എന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു മൊബൈലാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ സെറ്റിങ്സൊക്കെ നോക്കാം. നമുക്കിതിൻ്റെ ക്യാമറ, ഞാനിപ്പോൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് ക്യാമറയ്ക്ക് ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു റിവ്യൂ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 48 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ ഫോണിനകത്ത് ഒരു ഈ സെയിം മൊബൈലിൻ്റെ തന്നെ ഒരു ഫോട്ടോ ബോക്സിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുകയാണ്. കണ്ടോ, സൂം ചെയ്താൽ കൂടി ഇതിൻ്റെ ക്ലാരിറ്റി കുറയാത്ത രീതിയിലുള്ള വളരെ നല്ല രീതിയിൽ ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 48 മെഗാപിക്സൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫി ആയാലും വീഡിയോഗ്രാഫി ആയാലും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് അൾട്രാ സ്റ്റെബിലിറ്റി വീഡിയോ വരുന്നുണ്ട്. നമുക്ക് ഷെയ്ക്ക് ആവാത്ത രീതിയിലുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് പോർട്രേറ്റ് മോഡായാലും ആർട്ട് പോർട്രേറ്റ് വീഡിയോസ് ആയാലും ആർട്ട് പോർട്രേറ്റ് ഫോട്ടോസ് ആയാലും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ പനോരമ മോഡ് വരുന്നുണ്ട്, പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്, ലൈവ് ഫോട്ടോ വരുന്നുണ്ട്, സ്ലോ മോഷൻ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.
അതുപോലെ ഇനി ഇതിൻ്റെ നൈറ്റ് മോഡ് ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കും ഇതിനകത്ത് നൈറ്റ് മോഡ് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാമറ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബൊക്കെ ക്യാമറ വരുന്നുണ്ട്, അതുപോലെ മാക്രോ ക്യാമറ വരുന്നുണ്ട്. നമുക്ക് 4 സെൻറ്റിമീറ്റർ വരെ ക്ലോസ് ആയ രീതിയിൽ നമുക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബൊക്കെ ക്യാമറയിലായാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത രീതിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ചാണ്. സാധാരണ വിവോയുടെ ഫോണുകളിലൊക്കെ വളരെ മികച്ച രീതിയിലുള്ള സെൽഫി ക്യാമറകളാണ് വരാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെൽഫിയാണ്. നമുക്ക് നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു റെസൊല്യൂഷനുള്ള ഒരു സെൽഫി ക്യാമറയാണ് കിട്ടിയിട്ടുള്ളത്. സൂം ചെയ്താലും ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കകത്ത് നമുക്ക് സൂപ്പർ നൈറ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് അതുവഴി നമുക്ക് രാത്രിയിലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഓവർ സ്ക്രീൻ ലൈറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. നൈറ്റിലൊക്കെ നമുക്ക് സ്ക്രീൻ ഫ്ലാഷും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ ഹൈ റെസൊല്യൂഷനിലുള്ളൊരു സെൽഫി ക്യാമറയാണ് വരുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഒരു 16 മെഗാ പിക്സലാണ് ഒരു സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾക്കൊക്കെ ഒരു 8 മെഗാ പിക്സലോ അല്ലെങ്കിൽ 5 മെഗാ പിക്സലിലൊക്കെ ഒതുക്കാറുണ്ട്. ഇതിനകത്തൊരു 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ ഐ മാനേജർ എന്നൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലീൻ ചെയ്യാം. അതുപോലെ വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടുണ്ടോ നമുക്ക് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വാട്സപ്പിലൊക്കെ നമുക്ക് ചാറ്റുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഫോണിൻ്റെ ബാറ്ററി, അതുപോലെ ഫോൺ എത്ര നേരം യൂസ് ചെയ്തു, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ ഫുൾ ടൈം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഹാങ് ആവാതെയും സ്റ്റോറേജ് ഫില്ലാവാതൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 6 GB റാം വരുന്നുണ്ട്, 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒരു ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോഴായാലും നല്ല ഒരു പ്രീമിയം ഫോണിൻ്റെ ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ വിവോയുടെ തന്നെ X50 സീരീസിലൊക്കെ കണ്ട രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ വളരെ ഒരു പ്രീമിയം ഫോൺ ലുക്ക് തോന്നുന്ന ഒരു ഫോണാണ് Y31 എന്ന് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുന്നത് പുതിയ രീതിയിൽ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നിൽ നിന്നൊക്കെ മാറ്റിയിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവുന്നതാണ്. 48 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അങ്ങനെ 3 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാ പിക്സലാണ്. മാത്രമല്ല ഈ ഫോണിനകത്ത് നമുക്കൊരു 5000 mAh ആണ് ബാറ്ററി വരുന്നത്. നമുക്ക് 5000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ വളരെയേറെ കംഫർട്ടായ ഒരു ബാറ്ററിയാണ്. അതിൽ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആകും. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഒരു 70% ചാർജ് കയറും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ Y31 എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.